നമസ്കാരം. അമേരിക്ക ഇറാൻ ബന്ധത്തിൽ വീണ്ടും വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി കനക്കുകയാണ്. നിലവിലെ താൽക്കാലിക വെടിനിർത്തൽ അവസാനിച്ചേക്കുമെന്ന സൂചനയുമായി ഇറാൻ സായുധ സേന രംഗത്തെത്തിയതോടെ മൂന്നാഴ്ചയായി നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കരാറുകൾ പാലിക്കുന്നതിൽ അമേരിക്കയ്ക്ക് പ്രതിബദ്ധതയില്ല എന്നും അമേരിക്ക ഇസ്രയേൽ സഖ്യം വീണ്ടും ആക്രമണത്തിന് മുതിരാൻ സാധ്യതയുണ്ടെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. അമേരിക്ക നടത്തുന്ന മധ്യസ്ഥ നാടകങ്ങൾ സ്വന്തം വീഴ്ചകൾ മറച്ചുവെക്കാനും എണ്ണവില നിയന്ത്രിക്കാനുമാണ് എന്നാണ് ഇറാന്റെ ഡെപ്യൂട്ടി മിനിസ്റ്റർ, അതായത് മിലിറ്ററി ഡെപ്യൂട്ടി മുഹമ്മദ് ജാഫർ അസദി കുറ്റപ്പെടുത്തുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏത് നീക്കത്തെയും നേരിടാൻ സേന പൂർണ്ണ സജ്ജമാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. സമുദ്ര ഉപരോധം ഉൾപ്പെടെയുള്ള സൈനിക സമ്മർദ്ദങ്ങൾ അമേരിക്ക തുടരുന്നതിന് ഇറാനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അതേസമയം വൈറ്റ് ഹൌസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇറാനുമായുള്ള കരാറിലെത്താൻ സാധിക്കാത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയ്ക്ക് മുന്നിൽ രണ്ടു വഴികൾ മാത്രമേ ഉള്ളൂ എന്ന നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒന്നുകിൽ ഇറാനെ പൂർണ്ണമായും നശിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു കരാറിലെത്തുക എന്നതാണ് ഈ രണ്ടു വഴി. മാനുഷിക പരിഗണനകൾ മുൻനിർത്തി ഇറാനെ തകർക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോഴും അതൊരു പ്രധാന പോംവഴിയായി മുന്നിലുണ്ട് എന്ന് ട്രംപ് ആവർത്തിച്ച് മേഖലയിലെ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതായത് ഹോർമൂസ് കടലിടുക്കിലെ ഇറാനിയൻ കപ്പലുകൾ പിടിച്ചെടുക്കുന്ന അമേരിക്കൻ നാവികസേനയുടെ നടപടിയെ കടൽക്കൊള്ളയോട് ഉപമിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫ്ലോറിഡയിൽ നടന്ന രാഷ്ട്രീയ റാലിയിലായിരുന്നു ട്രംപിന്റെ ഈ വിവാദ പരാമർശമെത്തിയത്. ഇറാനിയൻ എണ്ണയും ചരക്കും പിടിച്ചെടുക്കുന്നത് വലിയ ലാഭകരമായ ബിസിനസ് ആണെന്നും തങ്ങൾ കടൽക്കൊള്ളക്കാരെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും ട്രംപ് പറയുന്നുണ്ട്. അതേസമയം അമേരിക്കയുടെ ഈ നീക്കത്തെ സായുധ കവർച്ച എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് എന്ന്, അതായത് അമേരിക്ക നടത്തുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ലോകം കടൽ കൊള്ളയുടെ തിരിച്ചുവരവിന് സാക്ഷ്യം വഹിക്കുകയാണ് എന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തുന്നുണ്ട്. അമേരിക്കൻ സൈന്യം 2 ഇറാനിയൻ ടാങ്കറുകൾ തടഞ്ഞതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്പോരും മുറുകുകയാണ്. നിലവിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇറാൻ തടഞ്ഞിരിക്കുകയാണ്. ഇതിന് മറുപടിയായാണ് ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത്. ഇതുവരെ ഉപരോധം ലംഘിച്ച 45 കപ്പലുകൾ US സെൻട്രൽ കമാൻഡ് പിടിച്ചെടുക്കുകയോ തിരിച്ചയക്കുകയോ ചെയ്തിട്ടുണ്ട്. വാഷിംഗ്ടൺ ഉപരോധം പിൻവലിക്കാതെ കടലിടുക്ക് നിയന്ത്രണങ്ങൾക്ക് മാറ്റം വരില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ.